ഓഹരിവണ്ണം ചാനലിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു. നമുക്ക് നിഫ്റ്റി ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എല്ലാം തന്നെ വളരെ പോസിറ്റീവായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള നിരവധി സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് എടുത്തവർക്ക് സജസ്റ്റ് ചെയ്തതാണെങ്കിലും ഇല്ലെങ്കിൽ ഷെയർ ചെയ്ത ചാർട്ടുകളാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം HDFC ബാങ്കിൽ വന്ന വളരെ ചെറിയൊരു റിസൾട്ടിന്റെ എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസിനെ തുടർന്നൊരു ചെറിയൊരു ഗ്യാപ് ഡൗൺ, ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 1.5% നെഗറ്റീവ് ലാസ്റ്റ് ഡേ നമുക്ക് കാണേണ്ടി വന്നു എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയായിരുന്നു. ഇനി അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിൽ നോക്കുമ്പം മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ റാലി ചെയ്തു. അതായത് ഏകദേശം 28-29 അല്ലെങ്കിൽ ആ ഒരു ആവറേജ് 30% അടുത്ത്, അതായത് നമ്മളുടെ ഇലക്ഷൻ റിസൾട്ടിന്റെ അന്നത്തെ ലോയിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 30% അടുത്ത് ഏകദേശം റാലി ചെയ്തു ഇൻഡെക്സ്. സോ അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള റാലിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസോ ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് വലിയ സെല്ലിങ് വരുമെന്നുള്ളതല്ല, പകരം എന്താ പറയുക, നെക്സ്റ്റ് റാലിക്ക് മുൻപേ 5-10 ദിവസങ്ങളിൽ ഒരു സൈഡ് വേസോ ഇല്ല 1-2% നെഗറ്റീവിലോട്ടൊക്കെ പോകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പുതിയ ട്രേഡ്സ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള വിന്നിംഗ് പൊസിഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ചാർട്ടും അതുപോലെ തന്നെ അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ചാർട്ട് വെച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല, കാരണം എല്ലാം ഓൾറെഡി ബുള്ളിഷ് ആണ്. അപ്പർ സൈഡിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ചാർട്ടിൽ കാര്യമായിട്ടുള്ള വീക്ക്നെസ്സും ഇല്ല. പക്ഷെ മാർക്കറ്റ് ഇതിന്റെ ലോയിൽ നിന്ന് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 15% അടുത്ത് മൂവ് ചെയ്തു. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത 24,800 25,000 ആണ്. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് സൈക്കോളജിക്കൽ നമ്പേഴ്സ് പ്ലസ് ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ യാതൊരുവിധ റെസിസ്റ്റൻസും ആ ഒരു ഏരിയയിലില്ല. നിഫ്റ്റി ബാങ്കിലോട്ട് വരുമ്പോഴും ബാങ്ക് നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിരുന്നു, ബുള്ളിഷ് ആയിരുന്നു. HDFC വളരെ വലിയ രീതിയിൽ റാലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു HDFC ബാങ്കിൽ ഒരു വലിയൊരു ബ്രേക്ക്ഔട്ട് ആണ് വരാൻ പോകുന്നത്. അത് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട് HDFCന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചെറിയൊരു റിസൾട്ട് എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നെഗറ്റീവ് കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി സാധിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ തന്നെയായിരുന്നു. ഇനി HDFC ബാങ്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വീക്ക്ലി ചാർട്ടിൽ നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ടിൽ കാണാൻ പറ്റും. ലാസ്റ്റ് 3 ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു 2 ദിവസം സെല്ലിങ് വന്നു. പക്ഷെ ലാസ്റ്റ് ഡേയിൽ ആ ഒരു ഗ്യാപ് ഡൗണോട് കൂടിയുള്ളൊരു സെല്ലിങ് ആയിരുന്നു. ലാസ്റ്റ് 3 ഡേയ്സിൽ നല്ല രീതിയിലുള്ള സെല്ലിങ് വന്നു. അല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാർട്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ ഏകദേശം ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നതായിരുന്നു. പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് നിന്നിട്ടേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓപ്പൺ ചെയ്ത അന്ന് മുതൽ ഇല്ലെങ്കിൽ ആ ഒരു ലെവൽ തൊട്ട് സെല്ലിംഗ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. HDFC ബാങ്കും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ലോ പോയിന്റ്. നമ്മൾ എലക്ഷന്റെ അന്നത്തെ ലോ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 27% ആണ് റാലി നടത്തിയിട്ടുള്ളത്. കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഒന്നും തരാതെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു രീതിയിലുള്ള സൈഡ് വേസോ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡൗൺ സൈഡോ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, സ്വാഭാവികമാണ്. ആ ഒരു കറക്ഷൻ എപ്പോഴും മുൻപോട്ടുള്ള റാലിക്ക് വളരെ നല്ലതാണ്. മിഡ് ക്യാപ്പിന്റെ കാര്യത്തിലും മാറ്റമില്ല. ഏകദേശം ലോവർ ലെവലിൽ നിന്ന് 21 അല്ലെങ്കിൽ 20% അടുത്ത് റാലി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സൈഡ് വേസ് ഓർ സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യണം. വരുമെന്നല്ല ഞാൻ പറയുന്നത്, എക്സ്പെക്ട് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തയാഴ്ച കാര്യമായിട്ടുള്ള ഇവന്റ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ബ്രേക്ക്ഔട്ട് തന്നിട്ടുള്ളതും തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് AWHCL ആണ്.
ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെജോറിറ്റി സ്റ്റോക്കും നമ്മൾ ഓൾറെഡി ഇതിനു മുൻപേ പല ലെവലുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം AWSCLന്റെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ ഒരു പോയിന്റിൽ സജസ്റ്റ് ചെയ്തതാണ് 355 ഈ ഒരു ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 450 ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് റീടെസ്റ്റ് നടത്തി അവിടെ ഹോൾഡ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 2023 7-8 മാസമായിട്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. ആ ഒരു റീടെസ്റ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്തതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രേഡ് എവിടെ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു നമ്മളുടെ ഒരു റീടെസ്റ്റിന്റെ ഹൈ അല്ലേ. അപ്പം ഇവിടെ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിലുള്ള വോളിയം ഒക്കെ അന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പം മേ ബി ഇവിടെ ഒരു സൈഡ് വേസിലോട്ടോ പുൾ ബാക്കിലോട്ടോ ഒക്കെ പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്സൈഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, AWSCL ഇതിനുള്ള നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിന്റെ ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലിന്റെ താഴെ 15% സ്റ്റോപ്പ് ലോസിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സൺഡേ വീഡിയോയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്സൈഡ് പോകാൻ സാധ്യതയുള്ള ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള പല കാരണങ്ങളാൽ അതിന്റെ ചാർട്ട് കൊണ്ടും അതിന്റെ സെക്ടർ കൊണ്ടൊക്കെ അപ്സൈഡ് പോകാൻ സാധ്യതയുള്ള ചാർട്ടുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു ചാർട്ടിൽ നിന്ന് ഒരു എക്സാക്ട് എൻട്രി പോയിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തന്ന് ഈ ഒരു ലെവലിൽ നിങ്ങൾ ബൈ ചെയ്തോ എന്നുള്ള ഒരു ടിപ്സ് അല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിത് എടുത്തു പറയാൻ കാരണം വീണ്ടും പലപ്പോഴും നമുക്ക് കമന്റ് ബോക്സിൽ വരാറുണ്ട്, നിങ്ങളിങ്ങനെ ആ ലെവൽ ഈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മേടിക്കും, കറക്റ്റ് എവിടെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. AWSCL അതിന്റെ സ്ട്രക്ചറിൽ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ട്. അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വ്യൂവിനനുസരിച്ച് ഒന്നെങ്കിൽ ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു പുൾ ബാക്കിൽ എവിടെയെങ്കിലും എൻട്രി ചെയ്യാം. അതൊക്കെ ടോട്ടലി നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BPL ആണ്. BPL മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് BPL ആണ്. BPLന്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം 148, 150 ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. 2017 മുതൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. അപ്പം ആ ഒരു പോയിന്റിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു എൻട്രി പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻട്രി പോയിന്റ് നമുക്ക് പറ്റിയില്ല. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിനുള്ളിൽ ഇതാണ് വീക്ക്ലി ചാർട്ട്. നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ടിന്റെ ലോ ഒക്കെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 20% സ്റ്റോപ്പ് ലോസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 20% സ്റ്റോപ്പ് ലോസിലൊക്കെ ട്രേഡ് കൺസിഡർ ചെയ്യാം. വളരെ നല്ലൊരു റാലിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ നല്ല റാലി തന്നതുകൊണ്ട് മേ ബി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് സൈഡ് വേസ് ഒക്കെ പോയിട്ടായിരിക്കും നെക്സ്റ്റ് റാലി കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ അടുത്ത ദിവസം മുതൽ 20% ഒന്നും മൂവ് ചെയ്യുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷെ ഒരു ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. മൂന്നാമത്തെ സ്റ്റോക്ക് NLC ഇന്ത്യ. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിടത്ത് നിന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, അവിടെ നിന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതിന്റെ റീസൺ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് അനാലിസിസ് ഒക്കെ ഓൾറെഡി ഷെയർ ചെയ്തതാണ് ലാസ്റ്റ് വീക്ക്. സോ സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മളുടെ അടുത്ത ഒരു സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇതിനു മുൻപേ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ ചാർട്ട് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എത്രയാണ്?
2010 മുതലുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. സോ അവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളിയം പാർട്ടിസിപ്പേഷനൊക്കെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ്, ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ AWCL പറഞ്ഞു, NLC India പറഞ്ഞു, എഞ്ചിനീയേഴ്സ് ഇന്ത്യ പറഞ്ഞു, BPL പറഞ്ഞു. ഈ 4 സ്റ്റോക്കാണ് നിലവിൽ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഒരു IPO റിലേറ്റഡ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഹൊണാസ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള 2023 നവംബറിൽ വന്നിട്ടുള്ള ഒരു IPO ആണ്. ഓവറോൾ ബുള്ളിഷ്നെസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീക്ക്ലി മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഡെയിലി ചാർട്ടിൽ നമ്മളൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 507 അല്ലെങ്കിൽ ഈ ഒരു ലെവല് വളരെ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഹൊണാസ കൺസ്യൂമർ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു സ്റ്റോക്ക് ബഡ്ജറ്റുമായിട്ട് അനുബന്ധിച്ചോ ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന വരാൻ പോകുന്ന അടുത്ത 1-2 വർഷം അഗ്രികൾച്ചർ സെക്ടർ ഇല്ലെങ്കിൽ ഫെർട്ടിലൈസർ സെക്ടറൊക്കെ വളരെ നല്ല ഒരു മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഡിഫൻസ് മൂവ് ചെയ്തു, പബ്ലിക് സെക്ടേഴ്സ് മൂവ് ചെയ്തു, പ്രൈവറ്റ് ബാങ്ക്സ് മൂവ് ചെയ്തു, അങ്ങനെ നിരവധി സെക്ടേഴ്സ് ഓൾറെഡി മൂവ് ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ പെർഫോം ചെയ്യാതിരുന്നിട്ടുള്ള ഒരു സെക്ടേഴ്സ് ആണ് ഈ ഒരു അഗ്രികൾച്ചർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഇതിന്റെ പിന്നിൽ വലിയ റിസർച്ച് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് ഒരു തോട്ടിന്റെ പുറത്ത് സംസാരിക്കുന്നതാണ്. അപ്പം നാഷണൽ ഫെർട്ട് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ മന്ത്ലി ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ 153 ലെവലിലൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മാത്രമല്ല ഇവിടെ നല്ല രീതിയിലുള്ള വോളിയം പാർട്ടിസിപ്പേഷൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഇത് മുൻപോട്ട് വരുന്ന സമയങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ഷോർട്ട് ടൈം ടു ലോങ് ടൈം എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ ഒരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലോയ്ക്ക് 85 താഴെ, 85 എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതുകൊണ്ടാണ് ഞാനതൊരു സിംഗ് ട്രേഡിന്റെ ഗണത്തിൽ പെടുത്താത്ത ഒരു 30-35% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്തി ഫീഡിന്റെ ചാർട്ടിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, കാരണം അവന്തി ഫീഡ് ഓൾറെഡി നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ദിവസം ആണ്, ഈ വീക്ക്ലി ക്ലോസിങ്ങിന് ശേഷമാണ് ഈ ഒരു ലെവലിലാണെന്ന് തോന്നുന്നു. 630 ഒക്കെ ലെവലിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം ഇതൊരു ഒറിസോണ്ടൽ ലെവലായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടത്തി ഒരു റീടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു അവന്തി ഫീഡിന്റെ ചാർട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മൾ വീക്ക്ലിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയ ഒരു ഹൈ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പഴയ ഹൈ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഹൈയിൽ തട്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് സെല്ലിങ് വന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു റിവേഴ്സൽ, അതായത് റീടെസ്റ്റിന് ശേഷം ഒരു മൂവ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസും ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി അങ്ങനെയല്ല, ഏർലി എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് എൻട്രി ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റോക്കും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ AWCL, BPL, NLC ഇന്ത്യ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, പിന്നെ NFL കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു, പിന്നെ അവന്തി ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ IPO സ്റ്റോക്സ്, ഹൊണാസ, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.